കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് നിലമ്പൂർ MLA PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളും അതിൻ്റെ തുടർചലനങ്ങളുമാണല്ലോ. കേരളത്തിലെ ഓരോ ആളും വളരെ ആകാംക്ഷയോടെ താല്പര്യത്തോടെ ശ്രദ്ധിക്കുകയാണത്. PV അൻവർ CPIMൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായ LDF സ്വതന്ത്ര MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരള സർക്കാരിലെ ADGP MR അജിത് കുമാറിനെതിരെയും SP സുജിത്ദാസിനെതിരെയും അടക്കം നടത്തിയ രൂക്ഷമായ വിമർശനങ്ങൾ, ആരോപണങ്ങൾ, P ശശി മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ ഉന്നമിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ, ഇതെല്ലാം വലിയ ചർച്ചയായി മാറി. ആ ചർച്ചയുടെ അനുരണനങ്ങൾ ഇപ്പോഴും കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂമികയിൽ സജീവമായി നിൽക്കുകയുമാണ്. സ്വാഭാവികമാണ്. ഇനി ദിവസങ്ങളോളോ ആഴ്ചകളോളോ നിൽക്കും. തൽക്കാലത്തേക്ക് അടങ്ങിയാൽ പോലും അത് വീണ്ടും സജീവമാകും. അതിന് അത്രയ്ക്ക് പ്രഹരശേഷിയുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അൻവർ പറഞ്ഞ കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. നമ്മളുടെ പോയിൻറ്റും അതുതന്നെയാണ്. നമ്മുടെ ചില ആളുകൾക്ക്, മാധ്യമപ്രവർത്തകരാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ, സാമൂഹ്യ നിരീക്ഷകരാകട്ടെ, കാര്യങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനമുണ്ടാവണം. ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് കൺക്ലൂഷൻ ഉണ്ടാവണം എന്നുള്ള വാശി ഉള്ളവരാണ്. അത്തരം ശാഠ്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ, ചില കാര്യങ്ങളിൽ എത്രത്തോളം ശരിയല്ല എന്നും അങ്ങനെയുള്ള അസ്ഥാനത്തുള്ള വാശിയും അസ്ഥാനത്തെ കൺക്ലൂഷനിലെത്തിക്കാനുള്ള ശ്രമങ്ങളും എങ്ങനെ വലിയ വിഷയങ്ങളെ ചെറുതാക്കി കളയുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വരുന്നത്, ADGP MR അജിത് കുമാർ ചെയ്തുവെന്ന് 1, 2, 3 എന്ന് അക്കമിട്ട് നിരത്തി PV അൻവർ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ DGP ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കൺക്ലൂഷനിലെത്താൻ, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലെത്താൻ തിടുക്കമാണ് നമ്മുടെ പൊതുവേ ദൃശ്യമാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും പൊതുവേ മാധ്യമങ്ങൾക്കും കേരളീയ സമൂഹത്തിലെ ഒരുപാട് ആളുകൾക്കും. അതവരുടെ സ്വാഭാവികമായ ആകാംക്ഷ കൊണ്ടായിരിക്കാം, അല്ലാതെയുമുണ്ട്. ഇതിനെ ഒരു നിഷേധാത്മകമായൊരു തീരുമാനം, നെഗറ്റീവ് ഡിസിഷനായും വ്യാഖ്യാനിച്ച് ഒന്നും സംഭവിച്ചില്ല, MR അജിത് കുമാർ തുടരുന്നു, സുജിത്ദാസിനെതിരെ സ്ഥലം മാറ്റം മാത്രമേ ഉള്ളൂ എന്നൊക്കെ വരുത്തി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിച്ചു എന്ന് വരുത്താനുള്ള ശ്രമങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ 3 ചോദ്യങ്ങൾക്ക് ഒറ്റയടിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടണമെന്നുള്ള വാശി വേണ്ട. പക്ഷേ ഈ 3 ചോദ്യങ്ങൾക്കും യാഥാർത്ഥ്യബോധത്തോടെയുള്ള വസ്തുതാന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകൾ എന്താണ് എന്ന് കൃത്യമായി യാഥാർത്ഥ്യബോധത്തിൽ അന്വേഷിക്കുമ്പോഴുള്ള ചില കണ്ടെത്തലുകൾ നമ്മളെത്തും, ചില ഫൈൻഡിങ്സിലെത്തും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനസ്സിലാക്കലുകൾ പ്രധാനമാണ്. അങ്ങനെ മനസ്സിലാക്കിയാലുള്ള ഗുണം നമ്മൾക്ക് അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാകും. കേരളീയ സമൂഹത്തിൽ ഇപ്പോഴത്തെ അനാവശ്യമായ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനുമെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ കുതിരകയറ്റങ്ങൾ ഒഴിവാകും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ശുഭാപ്തി വിശ്വാസമുണ്ടാകും. കാര്യങ്ങളൊന്നും അത്ര മോശമായിട്ടല്ല അവസാനിക്കാൻ പോകുന്നത് എന്ന ഒരു ശരിയായ ധാരണ ഉണ്ടാവുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട തീരുമാനം, അതിനു മുമ്പ് കോട്ടയത്ത് തിങ്കളാഴ്ച രാവിലെ പോലീസ് അസോസിയേഷൻ്റെ
സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി പ്രഖ്യാപനം നടന്നു. അസാധാരണം എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു, ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചില ഉന്നതരുമായി ബന്ധപ്പെട്ട് പോലീസിലെ ഉന്നതരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ കൃത്യമായി പരിശോധിക്കും, അന്വേഷിക്കും, നടപടിയെടുക്കും. പോലീസിലെ പുഴുക്കുത്തുകളെ ശക്തമായി തന്നെ നേരിടും. കൃത്യമായ പ്രത്യാഘാതങ്ങൾ അവരനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. കയ്യടിയോടെ പോലീസുകാർ മാത്രം ഉൾപ്പെട്ട വലിയ സദസ്സ് അത് എതിരേറ്റു. അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. പോലീസിൻ്റെ അകത്തുള്ള പുഴുക്കുത്തുകളെ ഒഴിവാക്കണമെന്ന്, പോലീസിനെ ശുദ്ധീകരിക്കണമെന്ന്, പോലീസിനെ യഥാർത്ഥത്തിലുള്ള ജനകീയ സേനയാക്കി തിരിച്ചു കൊണ്ടുവരണമെന്ന് പോലീസിലുള്ള വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നു. അവർ അതിൽ പ്രതീക്ഷ വയ്ക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളെ അവർ വിശ്വസിക്കുന്നു എന്നാണ് ആ കയ്യടിയുടെ അർത്ഥം. ആ കയ്യടി നമ്മളൊരു പാട്ടിന് കൊടുക്കുന്ന തൽക്കാലത്തേക്കുള്ള പ്രോത്സാഹനമല്ല, ഒരു ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ ഇച്ഛാശക്തിയുള്ള തീരുമാനത്തിന് കൊടുക്കുന്ന പിന്തുണയാണ്. ഏതായാലും അത് കഴിഞ്ഞ് അജിത് കുമാറിനെ മാറ്റുന്നു, പകരം ഇന്ന ആളുകൾ ആരെങ്കിലും വരും എന്നൊക്കെയുള്ള വാർത്തകൾ ബ്രേക്കിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. രാത്രി വൈകി ഉണ്ടാകുന്ന ഒരു തീരുമാനം, മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പുറത്തു വരുന്ന പത്രക്കുറിപ്പ്, DGPയുടെ മേൽനോട്ടത്തിൽ 5 അംഗ IPS ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നു. തൊട്ടുപിറകെ ഉത്തരവ് വരുന്നു, പത്തനംതിട്ട SP ആയ മുൻ മലപ്പുറം SP സുജിത് ദാസിനെ സ്ഥലം മാറ്റി, പകരം പോസ്റ്റിംഗ് ഇല്ല. സുജിത് ദാസ് DGPക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് ആ ഉത്തരവിൽ പറയുന്നത്. പത്തനംതിട്ടയിൽ വേറെ SP വിനോദിനെ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഉണ്ടായതാണ് കോലാഹലം, പിന്നെ ഉണ്ടായതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് ഒന്നും സംഭവിച്ചില്ല, മുഖ്യമന്ത്രി വിശ്വസ്തനായ MR അജിത് കുമാർ, ഇത് കുറച്ച് നീട്ടി പറയേണ്ട കാര്യമായതുകൊണ്ടാണ് പറയുന്നത്, മുഖ്യമന്ത്രി വിശ്വസ്തനായ MR അജിത് കുമാർ തുടരുന്നു, ഒന്നും സംഭവിച്ചില്ല, സുജിത് ദാസിന് സ്ഥലം മാറ്റം മാത്രമേ ഉള്ളൂ, സസ്പെൻഷനില്ല, എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായ ചില നിരീക്ഷണങ്ങൾ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ആദ്യം പറഞ്ഞതുപോലെ തിരക്ക് വേണ്ട. ഒരു രാത്രി ഇരുണ്ടാൽ ലോകം അവസാനിക്കില്ല. കാത്തിരിക്കൂ, ചില കാര്യങ്ങളിൽ കാത്തിരിപ്പ് നല്ലതാണ് എന്ന് പറയാതെ പറയുകയാണ് കേരളത്തിൻ്റെ ഭരണ നേതൃത്വം. എന്താണെന്നറിയാമോ, MR അജിത് കുമാർ എന്ന് പറയുന്ന IPS ഓഫീസർക്കെതിരെ ADGPക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നത്. വെറും ആക്ഷേപങ്ങളല്ല, കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടെയാണ് ഭരണപക്ഷ MLA ആയ PV അൻവർ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതിൽ പലതും മാധ്യമങ്ങൾ പിന്നീട് പുറകെ പോയി കുറച്ചുകൂടി വ്യക്തത വരുത്തുകയും ചെയ്തു. ഉദാഹരണമാണ് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിനടുത്ത് അദ്ദേഹം പണിതുകൊണ്ടിരിക്കുന്ന കോടികൾ വിലമതിക്കുന്ന വീടിൻ്റെ വിവരം. ഇനിയും മരുന്നും പുറത്തു വരാനുമുണ്ട് എന്ന് വിചാരിക്കുന്നു. MR അജിത് കുമാറിനെ എന്തുകൊണ്ട് മാറ്റിയില്ല എന്നുള്ള ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമതായി IPS ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥർ, അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് കേന്ദ്ര സർവീസിൽപ്പെട്ടവരാണ്. അവർ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് എങ്കിലും, അതായത് ഏത് സംസ്ഥാനത്താണ് അവർ ജോലി ചെയ്യുന്നത്, ഏത് കേഡറിലാണോ ജോലി ചെയ്യുന്നത്, ആ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലും, ഉദാഹരണമായിട്ട് അവരുടെ നിയമനം, ട്രാൻസ്ഫർ, അവരുടെ ശമ്പളം ഇതൊക്കെ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, ഇതൊക്കെ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. എങ്കിലും അവർ അടിസ്ഥാനപരമായി കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ശമ്പളം കൊടുക്കുകയും ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിന് ഉണ്ടാവുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന് അവർക്കെതിരെ നടപടിയെടുക്കാനുമുള്ള അധികാരമുണ്ട്. പക്ഷേ സാങ്കേതികമായി മറ്റു പ്രധാനപ്പെട്ട കാര്യം അതോട് ചേർന്ന് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്കെതിരായ നടപടി കൃത്യമായി കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യണം. എന്തുകൊണ്ട് നടപടി, എങ്ങനെയുള്ള നടപടി, എന്താണ് അതിൻ്റെ തുടർ കാര്യങ്ങൾ, അവരെന്താണ് ചെയ്തത്, അവർക്കെതിരെ നടപടി അനിവാര്യമാക്കിയ സാഹചര്യം എന്താണ്, ഇത്തരം കൃത്യമായ കാര്യങ്ങൾ. ഇതിങ്ങനെ തന്നെ ആണോന്നില്ല, കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നുമുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് IPS IAS സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്ര സർവീസിൽ പറയുന്ന പോലെ തന്നെ അവർക്കെതിരായ നടപടിയുടെ കാര്യങ്ങളും
അത് റിപ്പോർട്ട് ചെയ്യേണ്ട രീതികളും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത്രയും വിശദമായിട്ട് പോകേണ്ടതില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൺവിൻസിങ് ആയിരിക്കുക എന്നുള്ള പ്രധാനമാണ്. ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ, അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളോടെയാണ് അവർക്കെതിരെ നടപടി കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായി നിൽക്കും. ഉദാഹരണമായി 1-2 ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറയാം. SP സുജിത് ദാസിനെതിരെ ഇന്നലത്തെ സ്ഥലം മാറ്റത്തിന് തുടർച്ചയായി അടുത്ത ദിവസങ്ങളിൽ തന്നെ സസ്പെൻഷൻ ഉണ്ടാകാൻ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ DIG അജിത ബീഗത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവും. ആ റിപ്പോർട്ടാണ് അദ്ദേഹത്തിനെതിരായ നടപടിക്ക് ഉപോത്ബലകമായി കാരണമായി കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. MR അജിത് കുമാറിനെതിരെയും സമാനമായ നടപടി ഉണ്ടാവും. പക്ഷേ അത് 1 ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് ഉണ്ടാവണം. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാവണം എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ, അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, PV അൻവറിൻ്റെ ഇതുവരെയുള്ള അലിഗേഷൻസ്, അതായത് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ദിവസം ഉച്ചവരെയുള്ള അലിഗേഷൻസ് വാർത്താ സമ്മേളനത്തിലാണല്ലോ പ്രധാനമായും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് എഴുതി തയ്യാറാക്കിയ പരാതി കൊടുത്തു. അത് 1 പേജോ 2 പേജോ ഉള്ള പരാതിയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ പല കാര്യങ്ങളിലും അർത്ഥവിരാമം ഉണ്ടാകാം. ചില ഇടയ്ക്ക് നിർത്താം, ചില ഡീറ്റെയിൽസ് പിന്നെ പറയാമെന്ന് പറയാം. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ അതൊന്നും പറ്റില്ല. കൃത്യമായ തെളിവുകളോടെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നു. ഇന്നാണല്ലോ കൊടുത്തത്. മുഖ്യമന്ത്രി കൊടുത്ത പരാതി അന്വേഷണ സംഘത്തിന് കൈമാറും. ആ പരാതി ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടോട് കൂടിയാണ് MR അജിത് കുമാറിനെതിരായ കേരള സർക്കാരിൻ്റെ നടപടി റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കാൻ പോകുന്നത്. അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളൂ, DGP ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. PV അൻവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ആ നടപടി ഉണ്ടാകുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ കൂടി കൺക്ലൂഷൻ എന്താണ്, ഫൈൻഡിങ്സ് എന്താണ് എന്നുള്ള റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നിലനിൽക്കുക. ഓർമ്മയുണ്ടാവണം കേരളത്തിലെ പ്രേക്ഷകർക്ക്, കേരളത്തിലെ വായനക്കാർക്ക്, 2017 ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ DGP, പിണറായി വിജയൻ സർക്കാർ വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്നത്തെ DGP TP സെൻകുമാറിനെ മാറ്റി പകരം ലോക്നാഥ് ബെഹ്റയെ DGP ആക്കി. അതിനെതിരെ സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി. ഒരാഴ്ചക്കുള്ളിൽ സെൻകുമാർ സുപ്രീം കോടതിയുടെ അനുകൂല വിധിയോടുകൂടി തിരിച്ചു വന്ന് ബെഹ്റയെ മാറ്റി ചുമതലയേറ്റു. 1 മാസം അദ്ദേഹം DGP ആയി ഇരുന്നിട്ടാണ് വിരമിച്ചത്. അങ്ങനെയുള്ള ഒരു നാണക്കേട് സംസ്ഥാന സർക്കാർ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കൂടിയാണ് ഇപ്പോഴത്തെ ഈ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാനുള്ള തീരുമാനം. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും IPS IAS ഉദ്യോഗസ്ഥരെ രായ്മാനം മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൻ്റെയോ എന്തൊക്കെ റിപ്പോർട്ടുകൾ വരുന്ന അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട്, ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മാധ്യമ റിപ്പോർട്ടുകളുടെയോ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒറ്റ രാത്രി കൊണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അതിന് ഈ പറഞ്ഞ നടപടികൾ പാലിക്കണം. കോൺഗ്രസ് നേതൃത്വം ഈ പറയുന്ന ബഹളം വയ്ക്കുന്നതിൽ അർത്ഥമില്ല. അവർക്ക് VD സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച സിമി റോസ്ബെൽ ജോണിനെ KPCC പ്രസിഡന്റ് K സുധാകരനെ കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് പുറത്താക്കിക്കാം. ചോദ്യമില്ല, വർഷനുമില്ല, കാരണം കാണിക്കൽ നോട്ടീസില്ല, വിശദീകരണം വാങ്ങലുമില്ല. അതുപോലെ അല്ലല്ലോ കേരള സർക്കാർ ഒരു ADGPക്കെതിരെ നടപടിയെടുക്കുന്നത്. അപ്പം കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണത്. സുജിത് ദാസിനെതിരെയും MR അജിത് കുമാറിനെതിരെയും ഒക്കെ ഉള്ള നടപടിയുടെ ഘടകങ്ങൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും തീരുമാനിക്കുന്നതിനപ്പുറത്തുള്ള ചില വസ്തുതാപരമായ ചില ഉന്നങ്ങൾ
തേടുന്നുണ്ട്. ടാർഗറ്റുകൾ കൃത്യമായിരിക്കണമെങ്കിൽ, അത് ജനാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള ജനാധിപത്യ സമൂഹം എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ബന്ധം, കേന്ദ്ര സർവീസിൻ്റെ കൃത്യമായ സിസ്റ്റം, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും തമ്മിൽ ഈ കാര്യങ്ങളിലുള്ള ആശയവിനിമയം, ഇതെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെ നടന്ന് പൂർത്തീകരിക്കുമ്പോഴാണ് ആരുടെയും വൈരനിര്യാതന ബുദ്ധിയല്ല, ഒരാളുടെ കയ്യിലിരിപ്പാണ് അയാളെ കുഴപ്പത്തിലാക്കിയത് എന്ന് ബോധ്യമാകുന്നത്. അങ്ങനെ ബോധ്യമാകുമ്പോഴാണ് ജനങ്ങൾക്ക് അതൊരു ആത്മവിശ്വാസം നൽകുന്ന നടപടിയാവുന്നത്. ഇത് ആരുടെയെങ്കിലും സംതൃപ്തിക്ക് വേണ്ടിയല്ലല്ലോ. ഇപ്പം PV അൻവറിൻ്റെയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയോ മാധ്യമങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയല്ല. പോലീസിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ആൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹം തുടരാൻ യോഗ്യനല്ല എന്ന് വസ്തുതാപരമായി തെളിയിക്കേണ്ടത് കേരളീയ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണല്ലോ, അല്ലേ? ഭാവി സുരക്ഷയ്ക്ക് ആവശ്യമാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അത്തരം ആളുകൾ ഇനിയുണ്ടെങ്കിൽ അവർക്കതൊരു താക്കീതുമാകണമല്ലോ. ഇദ്ദേഹത്തിനെതിരെ വെപ്രാളപ്പെട്ടൊരു നടപടിയെടുത്ത് മൂന്നാം പക്കം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ അടി വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം സുപ്രീം കോടതിയിൽ പോകുമ്പോൾ, ഹൈക്കോടതിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് അടി വാങ്ങിക്കുന്നത്, അങ്ങനെ നാണം കെടുന്നത്, ഇറങ്ങിപ്പോയാൽ അതിനേക്കാൾ ശക്തിയോടുകൂടി, അധികാരത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി, ധൈര്യത്തോടുകൂടി അതേ കസേരയിൽ വന്നിരിക്കുന്നത് എത്രത്തോളം ഭൂഷണമാകും? അന്ന് ഇതേ ചാനലുകൾ, ഇതേ വിമർശകർ ഇതിനേക്കാൾ വലിയ വാളോങ്ങുകയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം, ഇത് കൂടുതൽ പറയേണ്ടതുണ്ട്, പിന്നീട് പറയേണ്ടി വരും, നിർബന്ധമായി പറയുകയും ചെയ്യും. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പൊതുവേദിയിൽ പറഞ്ഞ കാര്യം, അതിൽ നിന്ന് പുറകോട്ട് പോവില്ല. രണ്ടാമതായി, CPMൻ്റെ സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ തരത്തിലാണ് ഇനി ലോക്കൽ, ഏരിയ, ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും അത് കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസും ഒക്കെ നടക്കാറുണ്ട്. CPMൻ്റെ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് സമ്മേളനങ്ങളോ എന്തെങ്കിലും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമ്മേളനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തികഞ്ഞ ജനാധിപത്യപരമായ, തികഞ്ഞ സംഘടന അച്ചടക്കത്തോടുള്ള സമ്മേളനങ്ങളാണ്. അവിടെ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ ശക്തമായ വിമർശനങ്ങൾക്ക് ഇടമുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്തു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിയോട് ബോധിപ്പിക്കേണ്ടതുണ്ട്, കേരളത്തിലെ ജനങ്ങളോട്, ഇടതുപക്ഷ മുന്നണിയോട്, അദ്ദേഹം നയിക്കുന്ന സർക്കാരിനോട്, എല്ലാ സഹപ്രവർത്തകരോട്, സ്വന്തം മനസാക്ഷിയോട് ഒക്കെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള നടപടിയാണ് വരാൻ പോകുന്നത് എന്ന് കേരളം കാത്തിരിക്കുക തന്നെ വേണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. കേരളത്തിൽ ഒരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട 2 നേതാക്കൾക്കെതിരെ ഇതേ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചല്ലോ. അതിൽ ഒരാൾ മുൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതിൽ രണ്ടാമത്തെ ആൾ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ഇവർ 2 പേർക്കും വേണ്ടി MR അജിത് കുമാർ എന്നെ വിളിച്ചു, ഒത്തുതീർപ്പാക്കണം, ബുദ്ധിമുട്ടുണ്ടാക്കരുത്, മൊഴി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെയാണെങ്കിൽ സ്വസ്ഥമായി ജീവിക്കാം എന്ന് പറഞ്ഞുവെന്ന് സോളാർ പരാതിക്കാരി പറയുന്ന ശബ്ദരേഖ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടല്ലോ. അപ്പോൾ പിണറായി വിജയൻ്റെ മാത്രം വിശ്വസ്തനാണോ? ഇവരുടെയൊക്കെ വിശ്വസ്തനല്ലേ ഇദ്ദേഹം? അങ്ങനെയാണെങ്കിൽ ആരോപണങ്ങളുടെ, വിശ്വാസമില്ലായ്മയുടെ കുന്തമുന ഇവരുടെ എല്ലാം നേർക്ക് വരേണ്ടതല്ലേ? അതുകൊണ്ട് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പരിഹാരമുണ്ടാക്കാൻ, കൺക്ലൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് കേരളം ചെയ്യേണ്ടത്. പ്രതീക്ഷയോടെ, ശുഭാപ്തിവിശ്വാസത്തോടെ കാത്തിരിക്കുക. ഈ PV അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് കൃത്യമായ തീരുമാനങ്ങൾ, നടപടികളുമെടുത്ത് കേരള ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.